അവിടെ പോയിരുന്നോ? അപ്പോൾ കുറേ ആയി ലൈക്കാനൊരു ആഗ്രഹമാണ് പുറത്തൊക്കെ പോയി ഇങ്ങനെ ചട്ടിയൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി മീൻകറി ഉണ്ടാക്കി നല്ല ചോറൊക്കെ തിന്നാൻ. അപ്പോൾ നമ്മൾ ഇതൊക്കെ മേടിച്ച് റെഡി ആക്കിയപ്പോഴാണ് നോമ്പ് വന്നത്. അപ്പോൾ പിന്നെ അത് സ്കിപ്പ് ചെയ്ത് ഇനിയിപ്പോൾ നല്ല ചൂടാവുന്നുണ്ട്. അപ്പോൾ വേഗം ഞങ്ങൾ പാർക്കിൽ വന്നിട്ട് എല്ലാതും റെഡിയാക്കി നല്ല അടിപൊളി ചെമ്മീനും മുരിങ്ങാക്കായും തേങ്ങ അരച്ച് കറി വെക്കാനാണ് പ്ലാൻ ഉണ്ടായി. പക്ഷെ ഞങ്ങൾ മീൻ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി. പക്ഷെ നല്ല മുരിങ്ങാക്കായി ഇമ്മ നാട്ടിൽ നിന്ന് കൊടുത്തയച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കിയൊക്കെ റെഡി ആട്ടോ. ചോറ്, ഉപ്പേരി, ചമ്മന്തി എല്ലാതും റെഡിയാണ്. കറി മാത്രം ഞങ്ങൾ ഇപ്പൊ ഉണ്ടാക്കി കാണിച്ചു തരാം. ഓക്കെ, തേങ്ങ അരച്ച അരപ്പ് റെഡിയാക്കി നമ്മൾ വീട്ടിൽ നിന്ന് കൊടുന്നതാണ്. വീഡിയോ ഇതിന്റെ ഇടയിൽ ഞങ്ങൾ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത് കണ്ടോക്ക. ഇത് പുളി വെള്ളത്തിലിട്ട് കൊടുന്നതാണ്. കയ്യൊന്ന് കഴുകട്ടെ. ഞങ്ങൾ കറിയിലേക്കും പൊരിക്കാനും ചെമ്മീനും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചെമ്മീനൊക്കെ ഇങ്ങനെ പൊരിക്കണം, മണപ്പം അങ്ങനെ മൂക്കിലടിക്കണം. ഉപ്പ്, 2 പച്ചമുളക്, 2 ഇല്ലി വെളുത്തുള്ളി, 1 കറിവേപ്പില, കാക്കാക്ക് നല്ല വിഷമം കേട്ടാ. ചെമ്മീൻ പൊരിച്ച ചട്ടിയിൽ ചോറൊക്കെ ഇട്ടിട്ട് സ്വപ്നം കണ്ടിരിക്കുന്ന ആളായിരുന്നു. സാരല്ല, നല്ല കാറ്റുണ്ട് കേട്ടോ അവിടെ. പക്ഷെ നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലം. ഇനി നല്ല ചൂടാവുമ്പത്തിന് നമ്മൾ ഒന്നും കൂടി അടിപൊളിയാക്കിയിട്ട് വരുന്നതാണ്. തേങ്ങയും മാങ്ങൊക്കെ ഇട്ട അടിപൊളി ചമ്മന്തി. പറയാൻ വാക്കുകളില്ല. മമ്മയോട് താങ്ക് യു പറയും. അടുത്തതല്ല, ലാസ്റ്റ് ആയിട്ട് നമ്മൾ പോവാനായിട്ടാണ്. മാങ്ങ കൊടുന്നതല്ലേ, അത് തിന്നില്ല എന്ന് വേണ്ട. നമ്മളെ പൊന്നാനിയിൽ നമ്മൾ മുറ്റത്തുണ്ടായ മാങ്ങ.